ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളിന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് VU എക്സാമിൻ്റെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളത്. ഈ മാത്സ് പലർക്കും പേടിയുള്ള ഒരു സബ്ജക്റ്റാണ്, വളരെ ടഫാണ്, എത്രത്തോളം ഡീപ്പിൽ പഠിക്കണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം. NDTV യിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 65%ൻ്റെ 20% എന്ന് പറയുന്നത് ഏത് നിരക്കിന് തുല്യമാണ്? അതായത് ഒരു സംഖ്യയുടെ 65%ൻ്റെ 20% എന്ന് പറയുന്നത് ഏത് നിരക്കിന് തുല്യമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നമ്മൾ തിയററ്റിക്കൽ മെത്തേഡിൽ പോകുന്ന കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റൻസ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഖ്യ ഏതാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഒരു സംഖ്യയുടെ 65% എന്ന് പറഞ്ഞേക്കണേ, അപ്പോൾ അത് ഒരു സംഖ്യയായിട്ട് അസ്യൂം ചെയ്യുക. എളുപ്പത്തിൽ നമുക്ക് 100 ആയിട്ട് അസ്യൂം ചെയ്യാം. സംഖ്യേനെ ഞാൻ 100 എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരാം. 100ൻ്റെ 65%, 100ൻ്റെ 65% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൻ്റെ 65% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 65 പറയാം. അപ്പോൾ ഇനി ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇതിൻ്റെ 20% കണ്ടുപിടിക്കാനാണ്. ഇനി 65ൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 20% കണ്ടുപിടിച്ചാൽ മതി. സോ 65ൻ്റെ 20% എങ്ങനെ കണ്ടുപിടിക്കാം? 65 × 20/100 നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ 0 കട്ട് ചെയ്ത് പോകുന്നു. ഇവിടെ നമുക്ക് 6.5 കിട്ടും. സോ 6.5 × 2 അതായത് 13 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് 13 കിട്ടി. 100ൻ്റെ 65%ൻ്റെ 20% കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 13 കിട്ടി. സോ നമ്മുടെ ക്വസ്റ്റനിലെ നിരക്ക് എന്ന് പറയുന്നത് 13% ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് സംഖ്യകളുടെ തുക 23ഉം അവ തമ്മിലുള്ള വ്യത്യാസം 12ഉം ആയാൽ അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. അതായത് രണ്ട് സംഖ്യകളുടെ തുക 23ഉം അവ തമ്മിലുള്ള വ്യത്യാസം 12ഉം ആയാൽ അവയുടെ വർഗ്ഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നാണ് ചോദ്യം. സോ രണ്ട് സംഖ്യകളെ കുറിച്ചാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ട് സംഖ്യ നമുക്ക് എക്സ് ആൻഡ് വൈ എന്ന് എടുക്കാം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള തുക തന്നിട്ടുണ്ട്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള തുക x+y നമുക്ക് എടുക്കാം. അത് എത്രയാണ് തന്നിട്ടുണ്ട്? x+y = 23 തന്നിട്ടുണ്ട്. അതുപോലെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 12 ആണ് എന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവയുടെ വർഗ്ഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് x² - y² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു ഐഡൻറ്റിറ്റി ആണ്. ഈ ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഷൻ നമുക്കറിയാം, പഠിച്ചു വയ്ക്കുക. x² - y² = x+y × x - y ആണ്. ഓക്കെ, x+y വാല്യൂ നമുക്കറിയാം 23 ആണ്. x - y വാല്യൂ നമുക്കറിയാം 12 ആണ്. ഇത് നേരിട്ട് അപ്ലൈ ചെയ്യുക. സോ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുക? 23 × 12 ചെയ്യുക. 23 × 12 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. 23 × 12 എത്രയാണ്? സോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. സ്പ്ലിറ്റ് ആൻഡ് മെർജ് ടെക്നിക്ക് എന്നാണ് അതിൻ്റെ പേര്. പലരും യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ 23 × 12 ആണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ 23 × 10 + 2 എന്നങ്ങ് എഴുതാണ്. ഓക്കെ, 12 ഞാൻ 10 + 2 എന്ന് എഴുതി. 23 × 10 ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. 23 × 10 ചെയ്യുക 230 ആണ്. ഓക്കെ, പ്ലസ് സിമ്പിൾ ഉണ്ട്. 23 × 2 ചെയ്യുക നമുക്കറിയാം 46 ആയിരിക്കും വരിക. സോ ആൻസർ എന്ന് പറയുന്നത് 276 ആയിരിക്കും. ഇത് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ടെക്നിക്കാണ്. സ്പ്ലിറ്റ് ആൻഡ് മെർജ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സംഖ്യകൾ നിങ്ങൾ എഫക്റ്റീവ്ലി കൃത്യമായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൈൻഡിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 276 ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 276 ആയിരിക്കും അവയുടെ വർഗ്ഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 360 കിലോമീറ്റർ ആണ്. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് വീണ്ടും എയിലേക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലും യാത്ര ചെയ്താൽ ശരാശരി വേഗത കണക്കാക്കുക. ഓക്കെ, ഇതൊരു ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 കിലോമീറ്റർ ആണ്. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 40 km/h വേഗതയിലും പോകുന്നു. ബിയിൽ നിന്ന് തിരിച്ച് 60 km/h വേഗതയിൽ തിരിച്ചും വരികയാണ്. സോ അങ്ങനെയാണെങ്കിൽ അയാളുടെ ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സോ നമ്മളിത് സിസ്റ്റമാറ്റിക്കലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഇവിടെ നിന്ന് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് 360 + 360 720 കിലോമീറ്റർ ആയിരിക്കും അയാൾ ടോട്ടൽ സഞ്ചരിച്ചിട്ടുണ്ടാവുക. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ടോട്ടൽ ടൈം ടേക്കൺ കണ്ടുപിടിക്കുക, എന്നിട്ട് ആവറേജ് വെലോസിറ്റി ഇടുക. അങ്ങനെയായിരിക്കണം നമ്മൾ സിസ്റ്റമാറ്റിക്കലി പോവുക. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടൊരു എളുപ്പ വഴിയുണ്ട്. ഇങ്ങനെ ആവറേജ് വെലോസിറ്റി വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ആവറേജ് വെലോസിറ്റി = 2xy / x + y. ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതായത് x എന്ന് പറയുന്നത്
ഒരു സ്ഥലത്തേക്കുള്ള വെലോസിറ്റി, y എന്ന് പറഞ്ഞാൽ തിരിച്ചുള്ള വെലോസിറ്റി ആണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വെലോസിറ്റി ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഫോർമുല പ്രകാരം 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 40 ആണ്, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്, ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 40 പ്ലസ് 60 100 വരും. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 480 ഡിവൈഡഡ് ബൈ 100 വരും. 4800 ഡിവൈഡ് ബൈ 100 വരും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 48 ആണ്. 2 0 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 48 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. നോർമലി ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ 40 കിലോമീറ്ററും 60 കിലോമീറ്ററും കാണുകയാണെങ്കിൽ നോർമലി 48 കിലോമീറ്റർ ആയിരിക്കും ഒരു ആവറേജ് വെലോസിറ്റി. ഇത് റിക്കറൻ്റ് ആയിട്ട് പല SSCയിലും ഒക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. സോ 40-60 കണ്ടു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി 48 ആണെന്നും കൂടെ നിങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷനും കൂടെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്ത ഫോർമുല ഇതാണ് 2xy ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയായാൽ വ്യാപ്തം എത്ര മടങ്ങാവും എന്നാണ് ചോദ്യം. ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയായാൽ അതിൻ്റെ വ്യാപ്തം എത്ര മടങ്ങാവും എന്നാണ് ചോദ്യം. സോ ഒരു ഗോളം എന്ന് പറയുമ്പോൾ സ്ഫിയർ ആണ്. സ്ഫിയറിന് ഒരു റേഡിയസ് ഉണ്ടാവും, 3 ഡയമെൻഷണൽ ബോഡിയാണ്. സോ ഇതിൻ്റെ റേഡിയസ് r, ഇതാണ് ആരം എന്ന് പറയുന്നത്. സോ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു 4/3 പൈ r ക്യൂബ് ആണ് എന്ന് പറയുന്നത് ഒരു സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക, ഇതാണ് ഒന്നാമത്തെ സ്ഫിയർ. ഇതിൻ്റെ ആരം ഇരട്ടിയാവുകയാണ്. ഇരട്ടിയാവുകയെന്ന് മീൻസ് അടുത്തൊരു രണ്ടാമത്തെ സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ ആരം എത്രയായിരിക്കും? 2r ആയിരിക്കും. ഇതിൻ്റെ ആരം r ആണെങ്കിൽ ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് 2r ആയിരിക്കും. ഇരട്ടിയായി എന്ന് വിചാരിക്കുക. സോ ഒന്നാമത്തെ വോളിയം നമുക്കറിയാം, ഇതാണ് V1 എന്ന് പറയുന്നത് 4/3 പൈ r ക്യൂബ് ആണ്. ഇനി രണ്ടാമത്തെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. V2 is equal to 4/3 പൈ ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 2r വരും. 2r ദി ഹോൾ ക്യൂബ് എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് 2 ക്യൂബിനെ പുറത്തെടുക്കാം. 2 ക്യൂബ് എന്ന് പറയുന്നത് 2 × 2 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. സോ നമുക്ക് ആ 8നെ പുറത്തേക്ക് എടുത്താൽ എങ്ങനെ എഴുതാം? 4/3 ഇൻറ്റു പൈ ഇൻറ്റു r ക്യൂബ് എന്ന് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒന്നാമത്തെ V1 ആണ്. സോ ദിസ് ഇസ് V1. സോ സെക്കൻഡ് വോളിയം എന്ന് പറയുന്നത് V1ൻ്റെ 8 ടൈംസ് ആയിട്ട് മാറി, 8 ഇരട്ടിയായിട്ട് മാറി എന്നുള്ളതാണ് ചോദ്യം. സോ ഈ ഫോർമുല അറിയാമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒന്നും വേണ്ട, ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഒന്നാമത്തെ വോളിയം ആരം ഇരട്ടിയായി കഴിഞ്ഞാൽ വോളിയം എത്ര മടങ്ങായിട്ട് കൂടും? 8 മടങ്ങായിട്ട് കൂടും. അടുത്ത ചോദ്യം നോക്കാം. 24 കുട്ടികളുടെയും ക്ലാസ് ടീച്ചറുടെയും ശരാശരി വയസ്സ് 16 ആണ്. ക്ലാസ് ടീച്ചറെ ഒഴിവാക്കിയാൽ ശരാശരി 1 കുറയുന്നു. ക്ലാസ് ടീച്ചറിൻ്റെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ ആവറേജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ശരാശരി കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു 3 സംഖ്യകളുടെ ശരാശരി കാണാനാണെങ്കിൽ ആ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു, ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടും. ഇവിടെ തന്നിരിക്കുന്നത് 24 കുട്ടികളുടെയും പ്ലസ് ഒരു ടീച്ചറുടെയും ശരാശരി വയസ്സെന്ന് പറയുന്നത് 16 ആണെന്ന് തന്നിട്ടുണ്ട്. ടീച്ചറെ ഒഴിവാക്കി കഴിഞ്ഞാൽ ശരാശരി വയസ്സ് 1 കുറയുന്നു എന്നാണ് തന്നിരിക്കുന്നത്. സോ 24 പ്ലസ് 1 എന്ന് പറയുന്നത് 25 ആണ്. 25 പേരുടെ ശരാശരി വയസ്സെന്ന് പറയുന്നത് 16 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 25 പേരുടെ മൊത്തം വയസ്സ് എത്രയാണെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? 25 ഇൻറ്റു 16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തം ആളുകളുടെ വയസ്സ് എത്രയാണെന്ന് കിട്ടും. സോ 25 ഇൻറ്റു 16 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 25 ഇൻറ്റു 10 250, 650 കൂടെ കൂട്ടി കഴിയുമ്പോൾ 400 കിട്ടും. സോ 25 ഇൻറ്റു 16 400 ആണ്. അപ്പോൾ 25 ആളുകളുടെ മൊത്തം വയസ്സെന്ന് പറയുന്നത് 400 ആണ്. ഇനി ക്വസ്റ്റനിൽ തന്നുള്ള അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇതിൽ നിന്ന് ടീച്ചറുടെ വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ ശരാശരി വയസ്സ് 15 ആവുന്ന പറയാം. അപ്പോൾ ടീച്ചറുടെ വയസ്സ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ എത്രയായി? 24 ആയി. 24 ഇൻറ്റു ശരാശരി 1 കുറയുന്നു എന്ന് പറഞ്ഞാൽ 16ൽ നിന്ന് 1 കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രയായി? 15 ആയി. സോ ഇതിൻ്റെ 24 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ എത്രയായി? 240 20 360 വരും. ഓക്കെ, ഇവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ആൻഡ് മെർജ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ നേരത്തെ പോലെ സ്പ്ലിറ്റ് ആൻഡ് മെർജ് ടെക്നിക്ക് നമുക്ക് ഇവിടെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. 24 ഇൻറ്റു 15 ചെയ്യാൻ വേണ്ടിയിട്ട് 24 ഇൻറ്റു 10 പ്ലസ് 5 ചെയ്യുക. സോ 240 പ്ലസ് 24 ഇൻറ്റു 5 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പവഴിയും കൂടെ പറഞ്ഞുതരാം. സോ ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ പകുതി കണ്ടുപിടിച്ചിട്ട് അതിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സപ്പോസ് ഇപ്പോൾ 8 ഇൻറ്റു 5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് അറിയില്ലെങ്കിൽ ഇതിൻ്റെ പകുതി കണ്ടുപിടിക്കുക. 8ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു 10 ചെയ്താൽ മതി. സോ 40, 8 5 40. ഇതാണ് ആ ടെക്നിക്ക്. ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആ നമ്പറിൻ്റെ പകുതി കണ്ടുപിടിച്ചിട്ട് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് 24 ഇൻറ്റു 10 240 കിട്ടി. പ്ലസ് 24 ഇൻറ്റു 5 എത്രയാണ് ഒറ്റയടി കണ്ടുപിടിക്കണേ? 24ൻ്റെ പകുതി നമുക്ക് 12 ആണെന്ന് അറിയാം. 12 ഇൻറ്റു 10 120 ആണ്. സോ ഇത് 360 ആണെന്ന് കിട്ടും. ഇതാണ് സ്പീഡിൽ കണക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ.
സോ ഇവിടെ 360 കിട്ടി. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് ടീച്ചറെ വയസ്സ് എത്ര എന്നാണ്. ടീച്ചറെ വയസ്സ് കുറച്ചപ്പോൾ നമുക്ക് 360 കിട്ടി. ടീച്ചറെ വയസ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടോട്ടൽ വയസ്സ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 400 കിട്ടി. സോ ടീച്ചറെ വയസ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 400 മൈനസ് 360 ആയിരിക്കും. ടീച്ചർക്ക് 40 വയസ്സായിരിക്കും ഉണ്ടാവുക. 40 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. A is equal to 1/3, B is equal to 1/5 ആയാൽ A plus B divided by AB എത്രയാണെന്നാണ്. സോ ഇത് A is equal to 1/3 തന്നിട്ടുണ്ട്, B is equal to 1/5 തന്നിട്ടുണ്ട്. അതെ, അങ്ങനെയാണെങ്കിൽ A plus B divided by AB എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് നേരെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ഷോർട്ട് കട്ടിലൊന്നും പോയിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ 1/3 പ്ലസ് 1/5 ചെയ്യുന്നു, ഡിവൈഡ് ബൈ 1/3 ഇൻറ്റു 1/5 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടത്തേക്ക് എത്ര വരും? ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ 5 ഇൻറ്റു 1 5 പ്ലസ് 3 ഇൻറ്റു 1 3 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15 ആണ്. ഡിവൈഡ് ബൈ ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്യുക 1/15 വരും. സോ ഇങ്ങനെ ഒരു കണക്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക? നമ്മൾ നേരെ ഇവിടെ വിൽക്രമം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എങ്ങനെ കിട്ടും? 5 + 3 എന്ന് പറയുന്നത് 8 ആണ്. 8/15 ഞാൻ എഴുതുന്നു, ഇൻറ്റു 15/1 എന്ന് എഴുതുന്നു. 15/1 എന്ന് എഴുതുന്നു. ഈ 15 നമുക്ക് ക്യാൻസൽ ചെയ്ത് തരാം. 8/1 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 8 ആണ്. ഇത് നേരെ എയുടെ ബിയുടെ വാല്യൂ നേരിട്ട് തന്നിരിക്കുന്ന ഐഡൻറ്റിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. 5, 12, 19 എന്ന സമാന്തര ശ്രേണിയിലെ പദമല്ലാത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം. 5, 12, 19 ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇതിലെ പദമല്ലാത്ത സംഖ്യ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷനിൽ തന്നിട്ട്, ഓപ്ഷനിൽ 4 സംഖ്യ തന്നിട്ടുണ്ട്. 724, 915, 810, 656 എന്നൊക്കെ പറഞ്ഞിട്ട് 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് A പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ് ആണ്, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് മീൻസ് ഈ രണ്ട് നമ്പേഴ്സ് ഡിഫറൻസ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ആണ് നമ്മൾ, ഇതാണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് 4 സംഖ്യ തന്നിട്ട് ഇതിൽ ഏതായിരിക്കും ഇതിൻ്റെ പദമല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇതിലൊരു കംപ്ലീറ്റ് ഇൻഡിജർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സിംപ്ലി പറയുകയാണെങ്കിൽ ഇത് റിവേഴ്സിൽ നമുക്ക് ചെയ്തു പോകും. ഓപ്ഷനിൽ നിന്ന് തിരിച്ച് ചെയ്തു പോകുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഒരു ആർബിട്രറി ഒരു ഓപ്ഷൻ എടുക്കുകയാണ്, ഓപ്ഷൻ ബി എടുക്കണം, 915 എടുക്കുകയാണ്. 915 nth ടേം ആവണമെങ്കിൽ എ നമുക്കറിയാം 5 പ്ലസ് n-1 ഇൻറ്റു ഡി നമുക്കറിയാം എത്രയാണ്? 7 ആണ്. ഓക്കെ, അപ്പോൾ n-1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അത്രാമത്തെ ടേം ആയിരിക്കും, 10ാമത്തെ 11ാമത്തെ അല്ലെങ്കിൽ ഇത്രാമത്തെ ടേംസ് ആയിരിക്കും ഈ 915 എന്ന് പറയുന്നത്, 915 എന്ന് പറയുന്നത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കുക? 915 -5 ഡിവൈഡ് ബൈ 7 ഇസ് ഈക്വൽ ടു n-1 ആണ്. സോ നമുക്ക് തരുക 910 ഡിവൈഡ് ബൈ 7 വരും. 910 ഡിവൈഡ് ബൈ 7 നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 130 കിട്ടും. ഇതൊരു കംപ്ലീറ്റ് ഇൻഡിജർ ആണ്. സോ കംപ്ലീറ്റ് ഇൻഡിജർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഈ ശ്രേണിയുടെ 130ാമത്തെ പദം എന്തായിരിക്കും? 915 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന പദമല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ഇതുപോലെ ഓരോ നമ്പറും എടുത്തിട്ട് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് പദമല്ലാത്തത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ ഓപ്ഷൻ ബി എടുത്തിട്ട് പദമായത് കാണിച്ചതാണ്. പദമല്ലാത്തതെന്ന് പറയുന്നത് ഒന്നാമത്തെ സംഖ്യയാണ് 724 ആണ്. 724 പദമാണോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 724 ഈസ് ഈക്വൽ ടു 5 പ്ലസ് n-1 ഇൻറ്റു 7 ചെയ്യുക. സോ 724 - 5 ഡിവൈഡ് ബൈ 7 ചെയ്യുക. അതായിരിക്കണം n-1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് ഡിജിറ്റ് കിട്ടില്ല. 724 - 5 എന്ന് പറയുന്നത് എത്രയോ? 719/7 വരും. ഇത് 104 പോയിന്റ് സംതിങ് ആണ് വരിക. സോ ഇതെന്താണ്? ഒരു കംപ്ലീറ്റ് ഡിജിറ്റ് അല്ല. അതുകൊണ്ട് 724 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ പദമല്ല എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 48 ആളുകൾ 14 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 12 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേരെ കൂടുതലായി നിയമിക്കണം എന്നുള്ളതാണ് ചോദ്യം. സോ 48 ആളുകളുണ്ട്. അവർ എത്ര ദിവസം കൊണ്ടാണ് ജോലി ചെയ്ത് തീർക്കുന്നത്? 14 ദിവസം കൊണ്ടാണ് ജോലി ചെയ്ത് തീർക്കുന്നത്. സോ 48 × 14 ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? കംപ്ലീറ്റ് വർക്ക് എന്ന് പറയുന്നത്. സോ 48 × 14 നമുക്ക് നേരത്തെ പോലെ തന്നെ കണ്ടുപിടിക്കാം. സോ ഇവിടെയും സ്പ്ലിറ്റ് ആൻഡ് മെർജ് ടെക്നിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ 40 + 8 × 14 എടുക്കാം, അല്ലെങ്കിൽ 48 × 10 + 4 എടുക്കാം. അപ്പോഴൊക്കെ മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവും. സോ അവിടെ സിമ്പിൾ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 48 മാറ്റി കഴിഞ്ഞാൽ മതി. അതായത് 50 - 2 എന്ന് എഴുതാലോ. 48 50 - 2 × 14 എന്ന് എഴുതാലോ. ഓക്കെ, 50 - 2 × 14 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടി എളുപ്പമായി. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടെക്നിക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് 14 പകുതി കണ്ടുവച്ചിട്ട് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 14 പകുതി എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 × 10 70 ആണ്. ഇവിടെ ഒരു 0 കൂടെ ഉള്ള കാരണം 700 വരും. -14 × 2 എന്ന് പറയുന്നത് 28 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 672 ആയിരിക്കും
ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ 48 ആളുകൾ 14 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 672 യൂണിറ്റ് ആണ്. ഇനി ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ സെയിം ജോലി 12 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര ആളുകൾ വേണമെന്നുള്ള, എത്ര ആളുകളെ കൂടുതൽ നിയമിക്കണം. അപ്പോൾ 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമെങ്കിൽ എത്ര ആളുകൾ വേണം നമ്മൾ കണ്ടുപിടിക്കണം. സോ ഈ വാല്യൂ നമുക്കറിയില്ല, എക്സ് ആണ് കണ്ടുപിടിക്കണം. ബട്ട് മുഴുവൻ ജോലി എത്രയാണ്? 672 യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. സോ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 672/12 ചെയ്യണം. കട്ട് ചെയ്ത് പോകാം. 6 ആണ്, 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 336 വരും. 6 വെച്ച് കട്ട് ചെയ്യാം 56 വരും. സോ 56 ആളുകൾ ഉണ്ടെങ്കിൽ 12 ദിവസം കൊണ്ട് ഇത്രയും ജോലി മുഴുവനായിട്ട് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എത്ര പേരെ കൂടുതലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് 48 ആളുകളുണ്ട്, 56 പേരുണ്ടെങ്കിൽ 12 ദിവസം കൊണ്ട് തീരും. എത്ര പേരെ കൂടുതലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 56 - 48, 8 പേരെ കൂടുതലായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീരും? 12 ദിവസം കൊണ്ട് തീരും എന്നുള്ളതാണ് ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ 100 മാമ്പഴം 220 രൂപ കൊടുത്ത് വാങ്ങി, 10 എണ്ണം ചീഞ്ഞു പോയി. ബാക്കിയുള്ളവ ഒരെണ്ണത്തിന് എന്തു വില വെച്ച് വിറ്റാൽ 68 രൂപ ലാഭം കിട്ടും? അതാണ് ചോദ്യം. സോ ഒരാൾ 100 മാമ്പഴം വാങ്ങി, എത്രയാണ്? 220 രൂപയ്ക്കാണ് പുള്ളി വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ 10 എണ്ണം ചീഞ്ഞു പോയി. അപ്പോൾ ബാക്കിയുള്ള എത്രയാണ്? 90 മാങ്ങയാണ് ബാക്കിയുള്ളത്. 10 എണ്ണം ചീഞ്ഞു പോയി. 100 - 10 90 ഇപ്പോൾ ബാക്കിയുള്ളത്. അത് എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? 68 രൂപ ലാഭം കിട്ടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 220 അയാളുടെ മുടക്ക് മുതൽ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് ലാഭം 68 എന്നും കൂടെ പറഞ്ഞാൽ അയാൾക്ക് മൊത്തം എത്ര രൂപ കിട്ടണം? 220 + 68 എത്രയാണ്? 288 രൂപ അയാൾക്ക് കിട്ടിയാലാണ് നമുക്ക് എന്ത് പറ്റുക? അയാൾക്ക് 68 രൂപ ലാഭം കിട്ടിയെന്ന് പറയാൻ പറ്റും. സോ 288, അതായത് 90 മാങ്ങ എത്രയോ വില വെച്ച് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 288 രൂപ കിട്ടണം. ഒബ്വിയസ്ലി എക്സ് കണ്ടുപിടിക്കുക. 288/90 ചെയ്യുക. ഇത് 3.20 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. 3.20 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഒരു മാങ്ങയ്ക്ക് 3 രൂപ 20 പൈസ വെച്ച് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 68 രൂപ ലാഭം കിട്ടും, 10 എണ്ണം ചീഞ്ഞു പോയ കേസാണെങ്കിലും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റൻ നോക്കാം. 2m = 128 ആയാൽ 2m - 4 എത്ര എന്നാണ്. 2m = 128 ആണ്. അങ്ങനെയാണെങ്കിൽ 2m - 4 എത്ര എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമുക്ക് ബേസിക്കലി അറിയാം. 2�3 എന്ന് പറയുന്നത് 8 ആണ്, 2�2 എന്ന് പറയുന്നത് 4 ആണ്. സോ ബേസിക്കലി ഇവിടെ ഡിവൈഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2m എന്ന് പറഞ്ഞാൽ 128 ആണ് തന്നിട്ടുണ്ട്. 2m - 4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ അതിന് 4 പ്രാവശ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്ത് പോയാൽ മതി. സോ 128ൻ്റെ ഹാഫ് ആദ്യം കണ്ടുപിടിക്കുക. 128ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 64 ആണ്. അതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 32 ആണ്. 32ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 16 ആണ്. 16ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 8 ആണ്. ഇപ്പോൾ 1 2 3 4 പ്രാവശ്യം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 2m - 4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 2m = 128 ആയാൽ 2m - 4ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 8 ആയിരിക്കും. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് VU എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കണ്ടപ്പോൾ. വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരിക്കലും അറിയാത്ത കാര്യങ്ങളോ അറിയാത്ത ഫോർമുല അപ്ലൈ ചെയ്യേണ്ടതോ ഭയങ്കര മെൻ്റൽ ട്രിക്ക് അപ്ലൈ ചെയ്യേണ്ടതോ തരത്തിലുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ചെറിയ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷനും ചെറിയ നമ്പറുകളൊക്കെ വെച്ചിട്ടുള്ള കളികൾ തന്നെയുള്ളൂ. സോ ഇത് 1 or 2 ടൈംസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസിലെ എല്ലാ മാർക്കും നിങ്ങൾക്ക് കിട്ടാവുന്നുള്ളൂ. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻ്റൽ എബിലിറ്റീൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോൾവ് ചെയ്യുന്നുണ്ടാവുക. താങ്ക് യു.